നമസ്കാരം. കൃത്യം 10 വർഷത്തിന് ശേഷം ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുകയാണ്. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി നമ്മുടെ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടിയാകാൻ ലോക്സഭയിൽ 54 അംഗങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. 2014 ശേഷം രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടിയാകാൻ ഒരു പാർട്ടിക്കും അതിനാൽ തന്നെ അംഗത്വം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ 99 സീറ്റ് നേടിയാണ് കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടിയാകാനുള്ള യോഗ്യത നേടിയത്. പാർലമെന്റിന്റെ ഓരോ സഭയിലും, അതായത് രാജ്യസഭയിലും ലോക്സഭയിലും ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. പ്രതിപക്ഷത്തെ നയിക്കുകയും ഭരണകക്ഷിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയുടെ അല്ലെങ്കിൽ സഖ്യത്തിന്റെ പാർലമെന്ററി ചെയർപേഴ്സണായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർലമെന്റ് അംഗമാണ് പ്രതിപക്ഷ നേതാവ്. രണ്ടോ അതിലധികമോ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരേ അംഗസംഖ്യയുണ്ടെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ചെയർമാനോ ഹൗസ് ഓഫ് പീപ്പിൾ സ്പീക്കറോ ഒരു പാർട്ടിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കും. ഈ തീരുമാനം അന്തിമമായിരിക്കുകയും ചെയ്യും. ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിനെ ഷാഡോ പ്രധാനമന്ത്രിയാണ് വിളിക്കാറുള്ളത്. അതേസമയം ഇത്രയും പ്രധാനപ്പെട്ട ഒരു പദവിയാണെങ്കിലും പ്രതിപക്ഷ നേതാവെന്നത് ഭരണഘടനയിലോ ലോക്സഭാ നിയമ നടപടിക്രമങ്ങളിലോ ഒരിക്കലും ഒരിടത്തും നിർവചിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ ആദ്യ സ്പീക്കറായ GV മാവ്ലങ്കർ ആരംഭിച്ച കൺവെൻഷനെ അടിസ്ഥാനമാക്കിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന പദവിയുടെ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് മാവ്ലങ്കർ റൂൾ എന്നാണ് അറിയപ്പെടുന്നതും. ചരിത്രപരമായി പാർലമെന്റിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ പ്രതിപക്ഷ പാർട്ടി ശക്തമായ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പിളർപ്പിൽ നിന്നാണ് വന്നത്. 1969 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ R വിഭാഗവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ O വിഭാഗം എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു. INCO നേതാവ് രാം സുഭാഗ് സിംഗ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്ന ആദ്യ വ്യക്തിയായി മാറി. എന്നാൽ 1977 വരെ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ശമ്പളമോ ആനുകൂല്യങ്ങളോ നൽകിയിരുന്നില്ല. ഇനി നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ CBI ഡയറക്ടർ, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, ലോകായുക്ത ചെയർപേഴ്സൺ, മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തുടങ്ങിയവരെയെല്ലാം തിരഞ്ഞെടുക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവിനും സ്ഥാനമുണ്ട്. ക്യാബിനറ്റ് പദവിയുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് കേന്ദ്രമന്ത്രിമാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. സൗജന്യ വിമാനയാത്ര, ട്രെയിൻ യാത്ര, ഔദ്യോഗിക കാർ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരിക്കും. 1954 പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം, അലവൻസുകൾ പെൻഷൻ ആക്ടിന്റെ സെക്ഷൻ 3 വ്യക്തമാക്കിയിരിക്കുന്ന പ്രകാരം പ്രതിദിന അലവൻസുകളോടൊപ്പം ഓരോ പ്രതിപക്ഷ നേതാവിനും പ്രതിമാസ ശമ്പളം 1 ലക്ഷം ലഭിക്കും. പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ച് നിയമത്തിലെ സെക്ഷൻ 8 നൽകിയിരിക്കുന്ന മണ്ഡല അലവൻസും അവർക്ക് ലഭിക്കും. പ്രതിപക്ഷ നേതാവിന് സർക്കാർ നൽകുന്ന വീട്ടിൽ വാടകയില്ലാതെ സ്ഥാനത്തിരിക്കുമ്പോഴും സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം 1 മാസവും താമസിക്കാം. ഇവയൊന്നും കൂടാതെ വീടിന്റെ അറ്റകുറ്റപ്പണിയുമെല്ലാം സൗജന്യമാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് മരിച്ചാൽ അവരുടെ കുടുംബത്തിന് 1 മാസം വാടക കഴിയാതെ വീട്ടിൽ കഴിയാനും സാധിക്കും. 1 മാസത്തിന് ശേഷം വാടക, വൈദ്യുതി, വെള്ളം എന്നിവയ്ക്കുള്ള നിരക്കുകൾ സർക്കാർ തന്നെ അവർക്ക് നൽകേണ്ടതാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.